നമ്മളങ്ങനെ ഇന്നലെ ആട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. നമുക്ക് ജസ്റ്റ് ഏലത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ജിയോയ്ക്ക് ഏലത്തോട്ടം ഉണ്ട്, അത് കുറച്ച് അപ്പുറത്തായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇത് തൊട്ടടുത്താണ്. പിന്നെ ഇത് പിന്നെ പരന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ സ്ലോപ്പുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇങ്ങനെയാണ് ഏലകൃഷി വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത് കുറേ ഏരിയാസൊക്കെ ഇങ്ങനെ ഗവൺമെൻറ് ഏലകൃഷിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ വേറെ കൃഷികളോ അല്ലെങ്കിൽ ഇവിടുത്തെ മരങ്ങൾ മുറിക്കാനോ ഒന്നും പറ്റില്ല. ഏലകൃഷി മാത്രം ചെയ്യണം അല്ലേ? എത്ര ഇങ്ങനെ വർഷങ്ങളായിരിക്കും അതിൻ്റെ ലീസും കാര്യങ്ങളൊക്കെ വരുന്നത്? 99 കൊല്ലത്തേക്ക് വരുന്ന ലീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതുണ്ട്, വമ്പൻ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്തായാലും ഒരു 50 വർഷത്തിന് മേലെ കുറഞ്ഞത് പഴക്കമുണ്ടാവും. പിന്നെ ഇങ്ങനെയാണ് ഏലം വരുന്നത്. ഇത് എല്ലാം 9 കൊല്ലം കൂടുമ്പോഴും റീപ്ലാന്റ് ചെയ്യും. ഫുൾ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പുതിയ തൈ വെക്കണം അല്ലേ? ഇപ്പം ഇതാണ് ഏലത്തിൻ്റെ ഒരു ചോട് വരുന്നത്. ഒറ്റ ചെടി നമ്മൾ നടുന്നതാണ്. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ വേര് വന്ന് ഇങ്ങനെ വലുതായി വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഏലത്തിൻ്റെ പൂ വരുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം സൈസായ കായാണ്. അപ്പോൾ അങ്ങനെ മൂത്തത് ഇത് ചെറിയതാണ്, അത്ര സൈസൊന്നും ആയിട്ടില്ല. അപ്പോൾ വലിയ സൈസാവുന്ന കാ മാത്രം നമ്മൾ വിളവെടുക്കും. അതിനുശേഷം ആ സാധനം കൊണ്ടുപോയി ഉണങ്ങുന്ന എങ്ങനെയാടാ? ഡ്രയർ ഉണ്ടല്ലേ? സ്വന്തം തട്ടെടുത്ത് വെച്ചാൽ മതി. ഇതുപോലത്തെ ഒരു ചെറിയൊരു തട്ടെടുത്ത് പുതിയത് വെച്ചാൽ മതി. അങ്ങനെയാണ്. 9 കൊല്ലം ഒരു ചോട് നിർത്തുള്ളൂ കേട്ടോ. അതിന് മേലെ നിൽക്കും, പക്ഷെ അതൊരു വൃത്തി ഉണ്ടാവില്ല. ഫുള്ളിങ്ങനെ സ്പ്രെഡായിട്ട് തുടർച്ചയില്ലാതെ സ്പ്രെഡായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടോ, പലയിടത്തൂടെ സ്പ്രെഡായി പോയില്ലേ? അങ്ങനെ ആയിപ്പോവും. സംഭവം ഏക്കർ കണക്കിനുണ്ട്. ഇതാണ് ഇന്നലെ പറഞ്ഞ 150 ഏക്കറാണ് ഒറ്റ സ്ട്രക്ചറിൽ വരുന്നത്. 150 ഏക്കർ ഏലകൃഷിയാണ് ഇത് വരുന്നത്. ആക്ച്വലി നമുക്കാണെങ്കിൽ ഏകദേശം 5-6 കിലോ ഈ പച്ചക്ക പറിക്കുന്നതിൽ നിന്നാണ് 1 കിലോ ഉണക്കക്ക കിട്ടുന്നത്. ഈ ഉണക്കക്ക ആണ് നമ്മൾ ആക്ച്വലി കൊണ്ട് വിൽക്കുന്നത്. ഈ ഉണക്കക്ക വെറും വെയിലിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനൊരു പ്രോസസ്സുണ്ട്. ഏകദേശം 12 മണിക്കൂറോളം ഡ്രയറിലിട്ട് അതാണെങ്കിൽ ഉണക്കിയെടുക്കുകയാണ്. പിന്നെ എടാ, ഇതാണെങ്കിൽ എങ്ങനെയാടാ വിളവെടുപ്പൊക്കെ വരുന്നത്? എത്ര മാസം കൂടുമ്പോഴേക്കാ ഇതിന്റെ വിളവെടുപ്പ് വരുന്നത്? ഏകദേശം 40 ദിവസം കൂടുമ്പോഴാണ്. 40 ദിവസം കൂടുമ്പോൾ ഒരു വിളവെടുക്കാം. ഏറ്റവും മൂത്ത് മാത്രമേ എടുക്കത്തുള്ളൂ. പീക്ക് സീസൺ വരുന്നത് നവംബറിലാണ്. അപ്പൊ ഈ മഴക്കാലം ഇതിന്റെ ക്ലൈമറ്റ് എങ്ങനെയാ? ക്ലൈമറ്റ് എന്ന് വെക്കുന്നത് എല്ലായ്പ്പോഴും ഒരു തണുപ്പ് കാലാവസ്ഥ വേണം. മഴ വേനൽക്കാലത്താണേലും നല്ലപോലെ നനയ്ക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നല്ലപോലെ നനച്ചാലേ ഇതിൻ്റെ ഇത് ഉണങ്ങിപ്പോകാതൊക്കെ ഇരിക്കുള്ളൂ. നമുക്കിത് ഉണക്കിയതിന് ശേഷം മാക്സിമം 6 മാസം വരെ വെക്കാം അല്ലേ? 6 മാസം വരെ വെക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന്റെ വെയിറ്റ് കുറയും. എന്നെ സംഭവം എന്താ വെയിറ്റ് കുറയും? അതിന്റെ കളറ് പോവും. അതിന്റെ ഓവറോൾ എന്താ പറയുന്നത്, അതിന്റെ ഗുണമേന്മകൾ നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ റേറ്റ് കുറയല്ലേ? ഇത് ഗ്രേഡുകളുണ്ട്. ഇതിന്റെ വലിപ്പത്തിനനുസരിച്ചും 6, 7, 8 എന്ന് പറയുന്ന 3 ഗ്രേഡുകളൊക്കെ ഉണ്ട്. 6, 7, 8 ഇപ്പൊ ആക്ച്വലി അത് ഡിപ്പെൻസ് ഓൺ അല്ലേ? ചിലപ്പോ കിലോയ്ക്ക് എത്ര? ഇപ്പം ആക്ച്വലി കിലോയ്ക്ക് 2000 രൂപ വിലയുണ്ട്. നമുക്ക് നേരത്തെ 10,000-3000 രൂപയോളം വില ഉണ്ടായിരുന്നതാണ്. അത് പോരാത്തതിന് ഇവിടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കേരളത്തില് ഇടുക്കിയിൽ മാത്രമേ ഉള്ളല്ലേ ഏലകൃഷി? മെയിൻ ചില സ്ഥലങ്ങളിൽ മാത്രം മെയിൻ ആയിട്ടുള്ളൂ. ഇത് ഇങ്ങനെയാണ് ചോട് വരുന്നത്. ഒറ്റ ഒരു തൈന്നാണ് ഇത്രയും ചെടികൾ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. അപ്പൊ ഇത് പറയുന്ന പോലെ തന്നെ 9 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫുള്ള് വെട്ടിക്കളയും. അതിൻ്റെ അകത്ത് ചെറിയ കൂമ്പ് പോലത്തെ സാധനങ്ങൾ കണ്ടോ? അതായത് ഇവിടെ കണ്ടോ, ചെറുതായിട്ട് വരുന്ന കണ്ടോ? ഇത് ഈ സാധനം എടുത്തിട്ട് വേറെ ഒരു ചോടായിട്ട് അങ്ങനെ നട്ട് വെക്കുവാണ് ചെയ്യുന്നത്. സംഭവം ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ കാഴ്ചകളാണ്. ഈ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഏലത്തോട്ടത്തിൽ കണ്ടോ ഇങ്ങനെ കാടുകൾ വരില്ല. ഇങ്ങനെ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് കാട് വരില്ല. പിന്നെ ഈ സൺലൈറ്റ് അടിക്കുന്ന ഇവിടെ ചെടിയില്ലാത്തതുകൊണ്ട് ഇത്രയും ഭാഗത്ത് ഈ ചെറിയ കുറ്റിച്ചെടി പോലെ കാടുകൾ വരുന്നെന്നുള്ളൂ. അല്ലാതെ കിടക്കുന്ന തോട്ടം നോക്കിയാൽ ഫുള്ള് പ്ലെയിൻ ആയിരിക്കും. കാടൊന്നും പിടിക്കില്ല ഈ തോട്ടത്തിൽ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ ഷെയ്ഡിന് വേണ്ടിയിട്ട് പണ്ടോട്ടുള്ള മരങ്ങളാണ്. പിന്നെ അതല്ലാതെ പ്ലാവ് പോലെ അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഇവര് പിന്നെ ഇത് ഓവർ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ചെടി വളരില്ല അല്ലേ? വളരില്ല. അപ്പൊ അവര് വെട്ടിക്കളയും. എരമ്പറക്കുമെന്ന് പറയും. ഭയങ്കര കൂടാനും പാടില്ല, കുറയാനും പാടില്ലാത്ത വെയിലടിച്ച് കരിഞ്ഞു പോകും. കൂടിയിട്ടുണ്ടെങ്കിൽ വളർത്തില്ല. നനയ്ക്കുന്നത് എങ്ങനെയാ അതിന്റെ പരിപാടി വരുന്നത്? വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ട്. വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ട്. മഴയുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം എല്ലായ്പ്പോഴും നനയ്ക്കേണ്ടി വരും അല്ലേ? അതിന് സ്പ്രിംഗ്ലർ ഒക്കെ വെക്കുന്നവരുണ്ട്. അല്ലാത്ത എല്ലാവരും. പിന്നെ ഇതിന് മരുന്ന് പ്രയോഗം ഒക്കെ ഉണ്ടോ? ഇതിന് പല രീതിക്കുള്ള കീടനാശിനികൾ അടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല.
കീടനാശിനികൾ തന്നെയാണ്. കാരണം ഇതിൻ്റെ പൂ വളരാനും കൂടുതൽ കായകൾ ഉണ്ടാകാനൊക്കെ ഉള്ള പല പല മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞ ഇത് ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയ ലാഭകരമാണ്. അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് തന്നെ ഉണ്ടാക്കും. ഇടുക്കിയിൽ കുറേ ആൾക്കാരും ഈ ഏലകൃഷി വെച്ചിട്ടാണ് രക്ഷപ്പെട്ടു തന്നെ അല്ലേ. അതെ അതെ. മരങ്ങളൊക്കെ നോക്കി ഏലത്തിന് എരമ്പടിക്കാതിരിക്കാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഈ വലിയ വലിയ സൈസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. കുറേ പ്ലാവും ചക്കയൊക്കെ കിടപ്പുണ്ട്. ഫുള്ള് കുറേ പ്ലാവും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ വരുന്നുണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ അവിടുന്ന് ഏലത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി നമ്മളാണെങ്കിൽ ഇവൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് കസിൻ്റെ അടുത്ത് ഈ ഡ്രയർ മെഷീനുണ്ട് ഈ ഏലക്ക ഉണങ്ങുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകുന്നതാണ്. നോക്കാം. നമ്മളിപ്പോൾ വർക്കിംഗ് അല്ല. അതെന്താ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാ? സീസൺ അല്ലാത്തതുകൊണ്ട് അത് വർക്കിംഗ് അല്ല. അത് പെട്രോളിലാണോ അത് വർക്ക് ചെയ്യുന്നത് അതോ? അത് ഇലക്ട്രിസിറ്റി പ്ലസ് നമ്മൾ ഇത് വിടും. അതിന് വേണ്ടി ജനറേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിലാണ് ഡ്രയർ മെഷീൻ വരുന്നത്. ഇതല്ല മെഷീൻ, ഇതാണ് മെഷീൻ വരുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കാണത്തില്ല. ഇതിനുള്ളിൽ എത്ര കിലോ വരെ ഇടാടാ? 800 കിലോ പിടിക്കാൻ. മുടിഞ്ഞ വെയിറ്റ് കേട്ടോ. ഓക്കെ, ഇത്രയും സ്പേസ് വരും. ഇതിനുള്ളിൽ ഹീറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നത്. 12 മണിക്കൂർ ഇടും അല്ലേ? വിട്ട് കുറേ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ജനറേറ്റർ ഇട്ടേക്കുക. ഇത് ഇത്രയും വരും. സ്റ്റാൻഡുണ്ടോ? ഇപ്പൊ ഇത് എങ്ങനെ നമ്മൾ തീ ഇടുന്നുണ്ടോ അടിയിൽ? ആ, അപ്പൊ അതിനകത്തുനിന്ന് പുകയാണോ വരുന്നത്? ചൂട് വരും. കിലോ അറ്റ് ടൈം ഇടാം. അതായത് പുറത്ത് തീയിടും, അതിനകത്തുനിന്ന് ഇതിൻ്റെ അകത്തോടെ ചൂട് ഇതിനുള്ളിലേക്ക് അടിക്കും. എന്നിട്ട് ഇവിടം വരെ കായ ഇടാന്നാട്ടോ പറഞ്ഞേ. ഇത്രയും ലെവലിൽ കായ ഇടും. എന്നിട്ട് ചൂടടിച്ചിട്ട് ഉണങ്ങി ഇതിൻ്റെ അകത്തൂടെ ബാക്കി ചൂട് കാറ്റും അല്ല തീയിടുന്നത്. ഇതിലെ തീയിടുന്നതല്ലേ? ഇവിടെയാണ് തീയിടും. ഇതിനുള്ളിൽ കൂടെ തീയിടും. ഇതിനുള്ളിൽ നിന്ന് ചൂടും ഇത് പുകയും കൂടെ മറ്റേ നമ്മൾ നേരത്തെ ഉണ്ടതിൻ്റെ അകത്തേക്ക് പോകും. ഉള്ളിൽ നമ്മൾ കണ്ടില്ല, ആ മെഷീൻ്റെ അകത്തേക്ക് പുകയും ചൂടും എത്തും. അതിൻ്റെ അകത്തുനിന്ന് ഫുള്ള് അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ഈ ഹോളിൻ്റെ അകത്തൂടെ പുറത്തോട്ട് ബാക്കി വരുന്ന ചൂടും പുകയും വരും. കഴിയുന്നതാണ്. കുറച്ച് ചെളിയും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. ആ, അത് കഴിയുമല്ലേ? ഇതിൻ്റെ അകത്തേക്ക് ഏലക്ക ഇടുമോ? വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇടും. പൈപ്പ് ഉണ്ടല്ലേ? ഓട്ടോമാറ്റിക്കലി കഴിയുമല്ലേ? ഓട്ടോമാറ്റിക്കലി കഴുകിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആക്കിയിട്ടാണ്. ഓക്കെ. ഇതിലെ കായിടും എന്നിട്ട് വാഷ് ചെയ്തെടുക്കും അല്ലേ? ഇതിലെ ചാടി വരും. ആ, ഇവിടെ പാത്രം വെക്കും. ആ, ഇതിനടി പാത്രം വെക്കും അല്ലേ? അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചുള്ള മടക്കത്തിലാണ്. മൺസൂൺ ഇടുക്കി യാത്രയുടെ അവസാന വീഡിയോ പുറകെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.